രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി ഇവരെ ഇന്ത്യയിൽ നിന്നാണോ കേരളത്തിൽ നിന്നാണോ ലോകത്തു നിന്നാണോ നീക്കപ്പെടുമെന്നുള്ള പ്രവചനം താങ്കൾ നടത്തുന്നത്? അത് ഈ പ്രവചനം എന്ന് പറഞ്ഞ പ്രോഫസിയാണ്. ഈ പ്രഡിക്ഷൻ ആണ് ഞാൻ നടത്തുന്നത്. പ്രഡിക്റ്റ് ചെയ്യുക, ഈ പ്രൊഫസൈ ചെയ്യുന്നതും പ്രഡിക്റ്റ് ചെയ്യുന്നതും. ഇപ്പൊ ഇലക്ഷന്റെ ഫലം പ്രവചനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, പക്ഷെ അത് പ്രഡിക്ഷനാണ്. ഇപ്പൊ KM രാധാകൃഷ്ണൻ മത്സരിക്കുന്നു, മുഹമ്മദ് മുസ്തഫ എതിരായിട്ട് മത്സരിക്കുന്നു. അപ്പോൾ ഒരാൾ പ്രഡിക്റ്റ് ചെയ്യാണ് ഒരു 15,000-20,000 ഇടയ്ക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഈ മുഹമ്മദ് മുസ്തഫ ജയിക്കും, അല്ലെ ഗണേഷ് കുമാർ ജയിക്കും എന്ന് ഒരു പെന്തക്കോസുകാരൻ പറഞ്ഞു. അത് അവിടെ നിൽക്കുന്ന ബംഗാളിയോട് ചോദിച്ചാലും പറയും. ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു 20,000 വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ ഗണേഷ് കുമാർ ജയിക്കും. അത് പ്രവചനമാണെന്ന് പറഞ്ഞു. ഒരിക്കലും അത് പ്രവചനമല്ല. കാരണം ഔട്ട്കം നമുക്കറിയാം. ഒന്നുകിൽ ഇയാൾ ജയിക്കും അല്ലെങ്കിൽ അയാൾ ജയിക്കും. അപ്പൊ അങ്ങനെയുള്ള സാധ്യത അസാധ്യതകളെ വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന ഒന്നാണ്. അതൊരു പ്രോഫസിയാണ്. ഇവിടെ ഞാന് ഈ പറഞ്ഞ കേരളത്തിലെ പെന്തക്കോസ്തിന്റെ മുഴുവൻ ഡേറ്റകളെ അനലൈസ് ചെയ്തിട്ട് ഞാൻ നടത്തുന്ന ഒരു പ്രഡിക്ഷനാണ്. 2028 അപ്പുറത്ത് ഇവർക്ക് നിലനിൽക്കാൻ പറ്റില്ല, യാതൊരു നിലനിൽപ്പുമില്ല. അല്ലാതെ ഞാനിങ്ങനെ ദൈവികമായിട്ട് ദൈവം വന്നതിനോട് ഇങ്ങനെ ഒരു ദൂതം വന്നിറങ്ങിയിട്ട് ഇതാ നോക്കൂ 2028, അങ്ങനെയല്ല. ഇറ്റ്സ് എ പ്രഡിക്ഷൻ. ഞാൻ പ്രഡിക്റ്റ് ചെയ്യാണ്. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ അവരുമായിട്ട് നടന്ന ചർച്ചയിൽ ഏറ്റവും അവസാനം നടന്നതാണ് യേശു ദൈവമായിക്കൊണ്ട് കുരിശിൽ മരിച്ചുവോ അതോ യേശുവിന്റെ മനുഷ്യത്വം കുരിശിൽ മരിച്ചുവോ? അവര് പറയുന്നു മനുഷ്യത്വം മരിച്ചു എന്ന്, പാരമ്പര്യസഭകൾ പറയുന്നു ദൈവമായ യേശു തന്നെ മരിച്ചു എന്ന്. ആ ഒരു ചർച്ചയുടെ എൻഡിൽ ഇപ്പോൾ നിലവിലുള്ള കൃത്യമായിട്ടുള്ള ആ പഠനത്തില് എങ്ങനെയാണ് അവരുടെ നിലവാരത്തിൽ, അവരുടെ ഇതുവരെയുള്ള അവതരണങ്ങളെ, ഈ ചർച്ച ആദ്യമായിട്ടാണ് ഈ കാലഘട്ടത്തിൽ ഉടലെടുക്കുക തോന്നുന്നു. അതിനെങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ വിലയിരുത്തുന്നത്? ആ ചർച്ചയിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? അവര് ഇപ്പൊ ഒരു 10-30 അഭിപ്രായമായിട്ട് പരസ്പരം തല്ലിക്കൊണ്ടിരിക്കുക. ദേ ആർ കൺഫ്യൂസ്ഡ്. അപ്പൊ അത്രേ ഉള്ളൂ. അവരെ സംബന്ധിച്ച് ഇതൊന്നും അറിയില്ല. ഇതൊന്നും അറിയാതെയാണ് ഇതിലേക്ക് എടുത്തു ചാടിയത്, ഈ ബിസിനസ്സിലേക്ക്. അവരോർത്ത് ഈ 66 പുസ്തകമുള്ള ഈ കറുത്ത ബൈബിള് കിട്ടി 4-5 പാട്ടും ഉണ്ടെങ്കിൽ കാര്യം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ തിയോളജിക്കൽ ചർച്ചകളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് അവരിത് എത്ര അപകടകരമാണ് എന്ന് മനസ്സിലാക്കിയത്. അപകടം മനസ്സിലാക്കി അവർ പുറകോട്ട് മാറാൻ ശ്രമിച്ചിട്ട് മാറാൻ പറ്റില്ല. ചില സന്ദർഭങ്ങളിൽ ഈ പാമ്പ് മാളത്തിൽ കയറി രക്ഷണം നോക്കുമ്പോൾ ചിലപ്പോൾ കയറാൻ പറ്റത്തില്ല, പെട്ടെന്ന് പെട്ടുപോയി എന്നൊരു ഘട്ടം വരും. അങ്ങനെ പെട്ടിരിക്കുകയാണ് നമ്മുടെ പെന്തക്കോസ് സഹോദരങ്ങൾ. അവർക്ക് ഉത്തരവില്ല. അവരുടെ തിയോളജി വെച്ച് ഇത് പൂരിപ്പിക്കാൻ കഴിയില്ല. കാരണം ദൈവമാതാവായി പരിശുദ്ധ കന്യകാമറിയത്തെ അംഗീകരിക്കാതെ ക്രിസ്ത്യൻ തിയോളജി ഫിറ്റ് ആവില്ല. ഈ ജിക്സോ പസില് നമ്മൾ എങ്ങനെയൊക്കെ വെച്ചാലും ഒക്കത്തില്ല. അത് കറക്റ്റായിട്ട് അതിന്റെ ആ കഷണങ്ങൾ കൃത്യസ്ഥലത്ത് വന്നെങ്കിലും ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ക്രിസ്തീയ ദൈവശാസ്ത്രം യുക്തിഭദ്രമായി കൃത്യമായി യോജിച്ചു വരണമെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തെ കൂട്ടാതെ പറ്റില്ല. കാരണം യേശുക്രിസ്തു ദൈവമാണെങ്കിൽ ആ ദൈവത്തെ പ്രസവിച്ച അമ്മ ദൈവമാതാവാണ് എന്ന് അംഗീകരിക്കണം. അതുകൊണ്ടാണ് മൂന്നാമത്തെ സുന്നോദോസ് എഫേസോസിൽ നടക്കുമ്പോൾ സിറിൾ ഓഫ് അലക്സാണ്ട്രിയയുടെ നേതൃത്വത്തിൽ ആ സുന്നോദോസ് പ്രഖ്യാപിച്ചു മറിയം സംശയം കൂടാതെ ദൈവമാതാവ്. അവിടെ കൊണ്ട് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചു. അവര് ക്ലോസ് ചെയ്തു. കാരണം ഇത് ഈ ഒരു വിഷയമാണ് സീല് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ബലൂൺ വീർപ്പിച്ചിട്ട് അടി കെട്ടണം, അല്ലെങ്കിൽ അതിനകത്ത് കാറ്റ് നിൽക്കുകയല്ല. ഈ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കുക. ബലൂൺ വീർപ്പിച്ചു കൊടുക്കുന്നു. പെന്തക്കോസുകാരാ പരിപാടിയാണ്. 1000 ബലൂൺ വീർപ്പിച്ചു, 1000 അവിടെ ചുങ്ങി കിടപ്പുണ്ട്. കാരണം ഇത് കെട്ടുന്നില്ല. ഈ വീർപ്പിച്ച ബലൂണിന്റെ അടിയിൽ കെട്ടുന്ന കെട്ടിന്റെ പേരാണ് ഹോളി തിയോട്ടോക്കോസ്. പരിശുദ്ധ ദൈവമാതാവാണ് കന്യകാമറിയം. അപ്പൊ ക്രിസ്ത്യൻ ദൈവശാസ്ത്രം ഒരു ബലൂൺ ആണെങ്കിൽ അത് ഊതി വീർപ്പിച്ച അടിയിൽ കെട്ടണം. അടിയിൽ കെട്ടിയില്ല എങ്ങനെ ഇരിക്കും? അപ്പൊ ഇവര് ഇത് ചെയ്യുന്നില്ല. ഇവരെ സംബന്ധിച്ച് അതിന്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ട് വിശദീകരണം കൊടുത്തു പോയി കൺഫ്യൂഷനോട് കൺഫ്യൂഷൻ എന്നേ ഉള്ളൂ. യേശുക്രിസ്തു എന്ന ഒറ്റ പേഴ്സൺ, ഒറ്റ വ്യക്തിയാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ആ വ്യക്തി ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു. ആ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു, നോ ഡൗട്ട് ഇൻ ഇറ്റ്. ഇനി നിങ്ങൾക്ക് ഈ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പെന്തക്കോസ്തുകാർക്ക് അത് ദൈവമായിട്ട് അംഗീകരിക്കാൻ വേണം. പക്ഷെ ആ ദൈവം മരിച്ചെന്ന് സമ്മതിക്കത്തുള്ളൂ. അവര് കൺഫ്യൂസ്ഡ് ആണ്, അത്രേ ഉള്ളൂ. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇത്തരം ചർച്ച നടന്നിട്ടുണ്ട് മുമ്പ് ആ സഭയിൽ? ആ നടന്നപ്പോൾ എന്തായിരുന്നു അന്ന് ഓപ്പോസിറ്റ് വാദം ഉന്നയിച്ചത് ആരായിരുന്നു? അല്ലെങ്കിൽ ദൈവം കുരിശിൽ മരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ച മുമ്പ് എപ്പോഴാണ് നടന്നിരിക്കുന്നത്? 3-4 നൂറ്റാണ്ടുകളിലൊക്കെ ഈ ചർച്ച വളരെ ശക്തമായിട്ട് നടന്നിട്ടുണ്ട്. യൗത്തിക്കാനിസം, നെസ്തോറിനിസം, ഇതൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുള്ളത്. യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തെ പറ്റി ഉള്ള വാദം, മനുഷ്യ സ്വഭാവം, ദൈവ സ്വഭാവം, ഓൺ ആൻഡ് ഓഫ് വാദങ്ങൾ. അതായത് ക്രിസ്തു
ജനിച്ചപ്പോൾ മനുഷ്യനായിരുന്നു, പിന്നെ ദൈവത്വം വന്നുകൂടി, അഡോപ്ഷനിസം, ഇങ്ങനെയൊക്കെ, അതായത് ക്രിസ്റ്റോളജിക്കൽ ഹെറസീസ് എന്ന് പറയും. ഈ ക്രിസ്റ്റോളജിക്കൽ ഹെറസീസ് അല്ല, ഈ ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഈ പാഷണ്ഡതകളാണ്. അപ്പൊ അതിനകത്ത് ഇപ്പം ക്രിസ്തു മനുഷ്യനായിരുന്നു, മനുഷ്യനായിട്ട് ഇങ്ങനെ ജനിച്ചു. ജോർദാനിൽ മാമോയിസം മുങ്ങാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ദൈവത്വം ഒരു പ്രാവ് എന്ന പോലെ അവനിൽ വന്നുകൂടി. അപ്പൊ അവന് സിദ്ധി കിട്ടി. പിന്നെ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. 3.5 കൊല്ലം അങ്ങനെ ദൈവപുത്രനായിട്ട് നടന്നു. ഈ ഗെത്സമനെ തോട്ടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് രക്തം വേർത്തോടുകൂടി ആ ദൈവത്തെ ഇറങ്ങിപ്പോയി. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ പിടിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, മുറിവേൽപ്പിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, തൂക്കപ്പെട്ടു. ഇങ്ങനെയാണ് അവര്. പിന്നീട് ഉയർത്തെഴുന്നേറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ആ ദൈവത്വം അവന്റെ ദേഹത്ത് കൂടി അങ്ങനെ ദൈവമായിട്ട്. ഇതാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങൾ, പല വിചിത്രമായ വാദങ്ങൾ. പിന്നെ ഒരിക്കലും യേശുക്രിസ്തു ശരീരം മറിയത്തിൽ നിന്ന് എടുത്തില്ല, അതൊരു സ്വർഗീയ ശരീരമായിരുന്നു, സെലസ്റ്റിയൽ ബോഡി എന്ന് പറഞ്ഞൊരു വാദം. അത് പ്രൊട്ടസ്റ്റന്റുകാർ കൊണ്ടുവന്നതാണ് 16-ാം നൂറ്റാണ്ടിൽ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹെററ്റിക്കൽ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഇപ്പൊ 2028 കൂടി ഈ വാദങ്ങൾക്ക് നിലനിൽപ്പില്ലാതാവുകയും ഇതിലുള്ള അംഗങ്ങള് ഇപ്പൊ ഇസ്ലാമിലേക്ക് വരാനുള്ള ഇവർക്ക് സാധ്യത കൂടുതൽ എളുപ്പമുള്ളത് ഈ പെന്തക്കോസ്തുകാർക്ക്, അതോ പാരമ്പര്യ സഭകളിലേക്ക് വരുവാനാണോ? ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നത് സുറിയാനി സഭയിൽ നിന്ന് പെന്തക്കോസ്തിലുള്ള ആളുകളെ ബോധവൽക്കരിക്കാനും, അപ്പൊ അതില് ഈ സത്വബോധത്തിലേക്ക് ഉണരുന്ന ആളുകൾ അവരുടെ മാതൃ ഇടവകളിലേക്കും സഭകളിലേക്കും ഒക്കെ മടങ്ങും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഈ കൂടാരത്തിന്റെ മെയിൻ കുറ്റികൾ ഇളകുന്ന ഒരു അനുഭവമാണ് പെന്തക്കോസ്തിൽ ഉണ്ടാകാൻ പോണേ. പിന്നീട് ആശയപരമായിട്ട് ദൈവവിശ്വാസം, ഈ പെന്തക്കോസ്തിൽ പൊതുവെ ആളുകൾക്ക് ദൈവവിശ്വാസം ഇല്ലെന്നുള്ളതാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവർ താൽക്കാലികമായിട്ട് ദൈവഭയമാണ് അവർക്കുള്ളത്, ദൈവവിശ്വാസമല്ല. ദൈവവിശ്വാസവും ദൈവഭയവും രണ്ടാണ്. ദൈവഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും തട്ടുകേട് വരുമോ എന്ന് പേടിച്ച് നിൽക്കുക. അപകടം വരുമോ, ഇനി രോഗം വരുമോ, കടം വരുമോ, ബിസിനസ് തകരുമോ, കൃഷി നശിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭയങ്ങളുടെ പിടിയിലാണ് ഈ പെന്തക്കോസ്തുകാര്. കണ്ടിന്യൂസ് ആയിട്ട് ഇതനുസരിച്ചുള്ള പ്രസംഗങ്ങളാണ് വളരെ കൃത്യമായ അളവിൽ. ഇപ്പൊ ഈ മയക്കുമരുന്നിന് അടിമകളാക്കി ഈ അടിമപ്പണി, ഇപ്പം പല കാര്യത്തിലുള്ള സ്ലേവ്സ് ഉണ്ട്. ഇപ്പം പിന്നെ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അടിമകളുണ്ട്, ഈ സെക്സിന് വേണ്ടി സെക്ഷൽ സ്ലേവ്സ് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായ ഡോസിൽ കൃത്യമായ ഇടവേളകളിൽ മയക്കുമരുന്ന് കൊടുത്തിട്ടാണ് അതിന്റെ യജമാനന്മാർ ഉപയോഗിക്കുന്നത്. അപ്പൊ അവരെ ഇങ്ങനെ കറക്റ്റ് ഡോസ് കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഞായറാഴ്ചത്തെ സഭായോഗം, വെള്ളിയാഴ്ചത്തെ ഉപവാസം, ഇടക്കൂട്ടം, മാസയോഗം, ഇങ്ങനെയുള്ള ഒരു കൃത്യമായ ഇടവേളകളിൽ ഈ പെന്തക്കോസ്തുകാര് കൃത്യമായി ഇവരെ പേടിപ്പിക്കുന്ന മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന പ്രസംഗങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അത്തരം പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകളെ ഇതിൽ നിന്ന് മാറിപ്പോയാൽ, കൃത്യമായ ദശാംശം കൊടുക്കാതിരുന്നാൽ, ഈ ദൈവദാസനെ അനുസരിക്കാതിരുന്നാൽ, ഇങ്ങനെയുള്ള വാണിങ്ങുകളാണ്. അതല്ല ഈ ബൈബിളിൽ നിന്നുള്ള കഥകൾ എടുത്ത് ഉദ്ധരിച്ച് കൃത്യമായി ഇവരെ പേടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിയറിന്റെ അടിയിലാണ് ഇവർ നിൽക്കുന്നത്. ആ ഫിയറിലാണ് ഇവരെ ബന്ധിച്ചിരിക്കുന്നത്. അല്ല, ഇവർക്ക് ദൈവത്തോട് സ്നേഹമോ വിശ്വാസമോ ഇല്ല. ഒരു പെന്തക്കോസ്തുകാരനും, ഇത് ഞാൻ ഒന്നുകൂടെ പറയാണ്, ദൈവത്തോട് സ്നേഹമോ വിശ്വാസമോ ഇല്ല. 25 വർഷം അതിനകത്തൂടെ നടന്ന് ഞാൻ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വളരെ ദുഃഖിതനായിട്ടാണ് ഞാൻ അതിൽ നിന്ന് പോകുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ദേ ക്യാൻ ലവ് ഗോഡ്, അവർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അവരെ പേടിപ്പിക്കുകയാണ് ഇത്തിരി പ്രസംഗം കൊടുത്ത്. അപ്പൊ അതിൽ നിന്ന് അവർ മോചിതരാകണം. അപ്പൊ അതിനകത്ത് അങ്ങനെയൊക്കെ ഉള്ള ആള് ഇപ്പം ദൈവത്തെ വിടാൻ പറ്റത്തില്ല, ഇങ്ങനെ പേടിയുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യും? ഇത് ആശയപരമായിട്ട് ദരിദ്രമാണ്, ദുർബലമാണ്, യുക്തിഹീനമാണ്, പരസ്പര വിരുദ്ധമാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ കൂടുതലായിട്ട് സ്റ്റേബിൾ ആയിട്ട് ഇപ്പം ഇസ്ലാമിലേക്ക് ആകൃഷ്ടമായിട്ട് ഒത്തിരി പേര് പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ക്ലബ് ഹൗസിൽ തന്നെ വന്ന ചില പെന്തക്കോസ്തുകാര് ഞങ്ങളുടെ റൂമിൽ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇസ്ലാം പ്രിഫർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. വേറെ നല്ലൊരു പങ്ക് എത്തീസത്തിലേക്ക് പോകും. ഇപ്പൊ തന്നെ പെന്തക്കോസ്തിലെ ചെറുപ്പക്കാരുടെ ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ട്, അവരൊക്കെ തന്നെ എത്തീസ്റ്റ് ആഭിമുഖ്യമുള്ളവരാണ്. പക്ഷെ അതിനകത്ത് ഈ പെന്തക്കോസ്തിൽ പെട്ടിരിക്കുന്ന സുറിയാനിക്കാരെ രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ മിഷനാണ് ഞങ്ങൾ നടത്തുന്നത്. എല്ലാരെയും ബോധവൽക്കരിക്കുക, നന്നാക്കുക, അങ്ങനത്തെ മിഷനൊന്നുമില്ല. അതിനൊന്നുള്ള കെൽപ്പോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളത് ചെറിയൊരു മിഷനാണ്. അതിനകത്ത് പെട്ടിട്ടുള്ള സുറിയാനിക്കാരെ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമേരിക്ക ഒരു വിമാനം അയക്കും, അമേരിക്കൻ സിറ്റിസൺസിനെ എടുത്തോണ്ട് പോരാ എന്ന് പറഞ്ഞാല് ഞങ്ങൾ സുറിയാനിക്കാരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധന്മാരും ഒക്കെ പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ സഹായത്താൽ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. തൽക്കാലം ഞങ്ങളെ അങ്ങനെ തടയാനൊന്നും പറ്റത്തൊന്നുമില്ല. കാരണം ഞങ്ങള് കവേർഡ് ബൈ
ദ ബ്ലഡ് ഓഫ് ജീസസ് ആൻഡ് പ്രേയേഴ്സ് ഓഫ് ദ സെയിൻറ്റ്സ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. മുഴുവൻ സുറിയാനിക്കാരെ രക്ഷിച്ചിരിക്കും. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ അവിടെ ഞങ്ങൾ വിളിച്ചിറക്കി ഇവിടെ തിരിച്ചു കയറ്റും.